ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 13. ഹിരണ്യാക്ഷവധം. വൃത്തം ശിഖരിണി. ഹരേ നാരായണ. ഹിരണ്യാക്ഷം താവദ്ദുരതഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഗാപരിമിതേ. ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ശനൈരൂചേ നന്ദൻ ധനുജമഭിനിന്ദം സ്തവബലം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 13-ാം ദശകത്തിലെ ആദ്യ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹിരണ്യാക്ഷം, ഹിരണ്യാക്ഷനെ. താവത് വരദ. താവത് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും. വരദ, വരദാതാവായ മഹാപ്രഭു, ഭഗവാനെ വിളിക്കുക. ഭവദന്വേഷണപരം, അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന. ചരന്തം സാംവർത്തേ പയസി. സാംവർത്തേ പയസി ചരന്തം, പ്രളയജലത്തിൽ ഓടിപ്പാഞ്ഞു നടക്കുന്നവനായ ഹിരണ്യാക്ഷനെ. നിജജംഗാ പരിമിതി, തൻ്റെ കണം കാലോളം മാത്രമെത്തുന്നതായ. ഭവദ്ഭക്തോ, അങ്ങയുടെ ഭക്തനും. ഗത്വാ, പോയിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട്. കപട പടുധി നാരദമുനി, കാപട്യപ്രയോഗത്തിൽ ബുദ്ധിമാനുമായ നാരദമുനി. ശനൈരൂചേ, ശനൈ ഊചേ, പതുക്കെ, അതായത് സാവകാശം നാരദമുനി പറഞ്ഞു. നന്ദൻ ധനുജമഭി നിന്ദം സ്തവബലം. ധനുജം നന്ദൻ, തവബലം നിന്ദൻ അഭി. ആ അസുരനെ സ്തുതിച്ചും. ഏതസുരനെ? ഹിരണ്യാക്ഷനെ. അങ്ങയെ നിന്ദിച്ചും, ഭഗവാനെ നിന്ദിച്ചും അദ്ദേഹം പറയാൻ തുടങ്ങി. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? വരദാതാവായ ഹേ മഹാപ്രഭു, അതിനിടയിൽ അങ്ങയുടെ ഭക്തനും കാപട്യപ്രയോഗ പ്രവീണനുമായ നാരദമുനി അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് സ്വന്തം കാൽമുട്ടിനു കീഴിൽ നിൽക്കുന്ന സമുദ്രജലത്തിൽ ഇറങ്ങി സഞ്ചരിക്കുന്ന ഹിരണ്യാക്ഷൻ്റെ അടുക്കൽ ചെന്ന് ആ രാക്ഷസനെ സ്തുതിച്ചും അങ്ങയെ നിന്ദിച്ചും മന്ദമായി പറഞ്ഞു തുടങ്ങി. അതായത് ഈ ദശകത്തിൽ ഹിരണ്യാക്ഷനെ വധിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഹിരണ്യാക്ഷനുമായി വരാഹമൂർത്തി യുദ്ധം ചെയ്യുന്നതും ഹിരണ്യാക്ഷനെ വധിക്കുന്നതും മഹർഷിമാരുടെ സ്തുതിയുമാണ് ഇവിടെ പറയുന്നത്. ഭാഗവതം 3ാം സ്കന്ധത്തിലെ 18-19 അധ്യായങ്ങളെ ആധാരമാക്കിയാണ് ഈ ദശകം രചിച്ചിരിക്കുന്നത്. നമ്മൾ പൊതുവെ പറഞ്ഞ് പിരികേറ്റുമ്പോൾ അങ്ങനത്തെവരെയാണോ പറയുക കാപട്യ ബുദ്ധിയുള്ളവർ എന്ന്? അങ്ങനെയാണ് ഇവിടെ നാരദ മഹർഷിയെ ചിത്രീകരിക്കുന്നത്. കാരണം ഹിരണ്യാക്ഷനെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് മഹാവിഷ്ണുവുമായി യുദ്ധം ചെയ്യാൻ ഒരുക്കുകയാണ് നാരദ മഹർഷി ഇവിടെ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ.